സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നാൽ ഓരോ ഓഹരിയും കുറഞ്ഞ മൂല്യത്തിൽ കൂടുതൽ ഓഹരികളായി വിഭജിക്കുന്ന പ്രക്രിയയാണ്. ഇത് വിപണി വിലയിൽ നേരിട്ടുള്ള കുറവ് ഉണ്ടാക്കും. എന്നാൽ നിക്ഷേപകരുടെ മൊത്തം മൂല്യത്തിൽ മാറ്റമില്ല. അതേസമയം ബോണസ് ഇഷ്യൂ വഴി നിലവിലുള്ള ഓഹരിയുടമകൾക്ക് അവരുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ അധിക ഓഹരികൾ സൗജന്യമായി നൽകുന്നു. ഈ കോർപ്പറേറ്റ് നടപടികൾ ഓഹരിയുടമകളുടെ അടിത്തറ വിശാലമാക്കുന്നതിനും വിപണിയിലെ ഓഹരി ഇടപാടുകൾ സുഗമമാക്കുന്നതിനും സഹായകരമാണ്. ഇത്തരത്തിൽ ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും നടത്തുന്ന സ്റ്റോക്കിന്റെ വിശദാംശം നോക്കാം. ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്. ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് 1992 ജൂണിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥാപിതമായ ഒരു പ്രമുഖ സ്ഥാപനമാണ്. തുടക്കം മുതൽ ഈ കമ്പനി നിരവധി വ്യവസായ മേഖലകളിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചു. മാർച്ച് 2017 മുതൽ സീക്വൽ ഇറോട്ടേഴ്സ് ലിമിറ്റഡ് എന്ന നാമത്തിൽ നിന്ന് ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്നതിന് മാറി. നിലവിൽ അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിൽ മികച്ച പങ്കാളിത്തം പുലർത്തുന്ന ഈ കമ്പനി ടെക്സ്റ്റൈൽ, കൃഷി, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയിലും സജീവമായി പ്രവർത്തിക്കുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ് പബ്ലിക് 100%. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1270, 52 വീക്സ് ഹൈ 1270, ലാസ്റ്റ് വീക്സ് ഹൈ 1152. സ്റ്റോക്ക് പ്രകടനം. 2023 നവംബറിൽ കേവലം 22 രൂപ നിലവാരത്തിലുണ്ടായിരുന്ന ഈ ഓഹരിയുടെ വിപണി വില 1270 രൂപയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ പോലും 600% നേട്ടമാണ് ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 12,850 കോടിയിലധികമായി വർദ്ധിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 5500% നേട്ടം നേടുന്ന ഈ സ്മോൾ ക്യാപ് ഓഹരിക്ക് ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളും വളരെ നിർണായകമാണ്. ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം. സ്റ്റോക്ക് വില ഉയരുന്നു. 2024 നവംബർ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് 120 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് കരാർ ലഭിച്ച വാർത്ത ഓഹരിയിലുണ്ടായ കുത്തനെ ഉയർച്ചയ്ക്ക് കാരണമായി. 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ഈ കരാർ നിക്ഷേപകർക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു. ഇതോടൊപ്പം ഒരു വർഷത്തിനുള്ളിൽ ഓഹരി ബിഎസ്സിയിലെ 18 രൂപയിൽ നിന്ന് 6078% വരെ ഉയർന്നത് ശ്രദ്ധേയമാണ്. ഇത് ബിഎസ്സി സെൻസെക്സിന്റെ 18% ഉയർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ BGL ഒരു അതിശയമായ മുന്നേറ്റം നടത്തിവരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഓഹരി വിഭജന പ്രഖ്യാപനം. ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ഓഹരിയിൽ 1:10 അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുമെന്ന് ബോർഡ് അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 10 രൂപ മുഖവിലയുള്ള ഓരോ ഇക്വിറ്റി ഷെയറും 1 രൂപ മുഖവിലയുള്ള 10 ഇക്വിറ്റി ഷെയറുകളായി വിഭജിക്കപ്പെടും. ഈ നടപടിയുടെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയിലെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും വിവിധ നിക്ഷേപക വിഭാഗങ്ങളിലെ ഓഹരികൾ കൂടുതൽ സുലഭമാക്കുകയും ചെയ്യുകയാണെന്ന് കമ്പനി വിശദീകരിച്ചു. സ്റ്റോക്ക് സ്പ്ലിറ്റ് മൂലം ഓഹരിയുടെ വിപണി വില കുറയുമ്പോൾ റീറ്റെയിൽ നിക്ഷേപകർക്ക് പങ്കാളിത്തം കൂടുതൽ സജ്ജമാക്കാൻ കഴിയുമെന്നതും പ്രധാനമായ ഒരു കാരണമാണ്. നടപ്പാക്കലും സമയക്രമവും. ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ നടപടികൾ ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചു 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഈ കോർപ്പറേറ്റ് നീക്കങ്ങൾ ഓഹരിയുടെ വിപണി പ്രയാണത്തിൽ പുതിയ വളർച്ചകൾ സൃഷ്ടിക്കാനും വിപുലമായ നിക്ഷേപകരെ ആകർഷിക്കാനും സഹായകമാകും. ബോണസ് ഇഷ്യൂ. ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് 10:8 അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചതിലൂടെ നിക്ഷേപകർക്ക് ലഭിക്കുന്ന ഓഹരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കും. 10 ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകന്റെ മൊത്തം ഓഹരികളുടെ എണ്ണം ബോണസ് ഇഷ്യൂയ്ക്കു ശേഷം 18 ആയി ഉയരും. സ്റ്റോക്ക് സ്പ്ലിറ്റിനു ശേഷം ഇത് 1 രൂപ മുഖവിലയുള്ള ഓഹരികളായി മാറുകയും ചെയ്യുന്നു. ഓഹരികളുടെ എണ്ണത്തിൽ ഈ വർധനവോടൊപ്പം വിപണി വില ആനുപാതികമായി താഴുന്നതിനാൽ നിക്ഷേപകരുടെ മൊത്തം വിപണി മൂല്യം മാറ്റമില്ലാതെ തുടരും. ഇതോടൊപ്പം ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ നീക്കം സാമ്പത്തികമായി കമ്പനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതും തങ്ങളുടെ സാമ്പത്തിക ഉറപ്പിനെ കൂടുതൽ ഉയർത്തുന്നതുമാണ്. ഭാവിയിൽ ഓഹരിയുടെ വിപണി വിലയിലുണ്ടാകുന്ന വർധന നിക്ഷേപകർക്ക് മൂലധന നേട്ടം കൈവരിക്കാനുള്ള മികച്ച അവസരം ഒരുക്കും. ക്വാർട്ടർ ടു ഫലങ്ങൾ.
ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് 2025 സാമ്പത്തിക വർഷത്തിന്റെ ക്വാർട്ടർ 2-ൽ ശ്രദ്ധേയമായ സാമ്പത്തിക പ്രകടനം കാഴ്ചവെച്ചു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 300% ഉയർന്ന് 2024 ക്വാർട്ടർ 2-ലെ 5,405 ലക്ഷത്തിൽ നിന്ന് 21,635 ലക്ഷമായി. അതുപോലെ അറ്റാദായം 298% വർദ്ധിച്ച് കഴിഞ്ഞ വർഷം 253 ലക്ഷമായിരുന്നത് ഇത്തവണ 1,010 ലക്ഷമായി ഉയർന്നു. വരുമാനവും ലാഭവും ത്രൈമാസാടിസ്ഥാനത്തിൽ ഈ വേഗത്തിൽ ഉയരുന്നത് കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി മുന്നേറുകയാണെന്ന് വ്യക്തമാക്കുന്നു. ഈ വളർച്ച പുതിയ കരാറുകൾ നേടിയതും വിപുലമായ കോർപ്പറേറ്റ് നീക്കങ്ങളും ഉൾപ്പെടെ ബിസിനസ് തന്ത്രങ്ങളുടെ വിജയകരമായ നടപ്പാക്കലിനെ തിരിച്ചറിയിക്കുകയാണ്. ഇത് ഓഹരിയിൽ ദീർഘകാല നിക്ഷേപകർക്കായി വലിയ പ്രതീക്ഷകൾ നൽകുന്നു. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് പുതിയ കോർപ്പറേറ്റ് നടപടികളിലൂടെ വിപണി ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം 298% ലാഭവർധനയും 300% വരുമാന ഉയർച്ചയും കൈവരിച്ച് ശക്തമായ സാമ്പത്തിക പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ബോണസ് ഇഷ്യൂയും സ്റ്റോക്ക് സ്പ്ലിറ്റും നിക്ഷേപകർക്ക് കൂടുതൽ ഓഹരികൾ ലഭിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനൊപ്പം വിപണി മൂല്യം നിലനിർത്താൻ സഹായകരമാണ്. കമ്പനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി കരാർ ഉൾപ്പെടെയുള്ള പുതിയ നടപടികൾ വരുംകാലത്തെ വളർച്ചാ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നു. അഗ്രിടെക്, പ്രതിരോധം, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ കമ്പനി നൂതനത്വം കൊണ്ടുവരുന്നതും പരിസ്ഥിതി സൗഹൃദ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഇവയെല്ലാം ഒത്തുനോക്കുമ്പോൾ ഭാവിയിലെ വിപണി മൂല്യം ഉയരുകയും നിക്ഷേപകർക്ക് ദീർഘകാല നേട്ടം ലഭിക്കുകയും ചെയ്യും. സമ്പദ്വ്യവസ്ഥയുടെ ഉയർന്ന വളർച്ചാ മേഖലകളിൽ ശക്തമായ നിലപാട് കൈവരിക്കുന്ന BGDL നിക്ഷേപത്തിനുള്ള മൾട്ടിബാഗർ സ്റ്റോക്കായി തുടരും. Thank you.